കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് സംഘർഷഭരിതമായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് അടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അതിനിടെ പ്രവർത്തകരെ പോലീസ് തല്ലിച്ചതച്ചെന്ന് ആരോപിച്ച് DCC മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ രംഗത്ത് വന്നു. നിരവധി പ്രവർത്തകർക്ക് പോലീസ് കസ്റ്റഡിയിൽ പരിക്കേറ്റെന്നും ആരോപണം. യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജനീഷ് ഉൾപ്പെടെ പങ്കെടുത്തൊരു വലിയ സമരപരിപാടി, ആ സമരപരിപാടിയെ പ്ലാൻ ചെയ്ത് പോലീസ് മാരകമായി തല്ലിച്ചതാണ്. ഇപ്പോൾ ശ്രീ പ്രമോദ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ശ്വാസതടസ്സം ഉണ്ടാകുന്നു. അടിവയറ്റിൽ ഭീകരമായി ബൂട്ടിട്ട് ചവിട്ടി വലിയ മർദ്ദനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇത് പോലീസ്, പിണറായി വിജയന്റെ പോലീസ് ശബരിമല കൊള്ളയ്ക്കെതിരെ നടത്തുന്ന സമരങ്ങളെ അടിച്ചമർന്നതിന്റെ ഭാഗമായി നടത്തിയ ഏറ്റവും ഹീനമായ നടപടിയാണ്. ഒരുപാട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാര്, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ, സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ പരിക്ക് പറ്റി സ്റ്റേഷനിലേക്ക് എടുക്കുകയാണ്. നിതിൻ തോമസ് ചേരുന്നുണ്ട്. നിതിൻ, പ്രതിഷേധം എങ്ങനെയായിരുന്നു? OJ ജനീഷ് ഉൾപ്പെടെയുള്ളവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നിരവധി പ്രവർത്തകർക്ക് പോലീസിന്റെ നടപടിയിൽ പരിക്കേറ്റതായും പറയപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ സ്ഥിതി, വിവരങ്ങൾ? തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര സർക്കാർ അട്ടിമറിച്ചു. അതുപോലെ തന്നെ PSCയെ നോക്കുകുത്തിയാക്കി ശബരിമല സ്വർണ്ണക്കൊള്ള SIT അന്വേഷണം അട്ടിമറിക്കുകയും ചെയ്യുന്ന സംസ്ഥാന സർക്കാരിനെതിരെയും സംസ്ഥാന സർക്കാർ അന്വേഷണം അട്ടിമറിക്കുന്നു എന്നീ കാരണങ്ങൾ ആരോപിച്ചാണ് കളക്ടറേറ്റിലേക്ക് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് ഒരു പ്രതിഷേധ മാർച്ച്, കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിച്ചത്. രാവിലെ 12:30 പടിഞ്ഞാറേക്കോട്ടയിൽ നിന്നും ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റിലേക്ക് എത്തിയ സമയത്താണ് ഇത്തരത്തിൽ സംഘർഷഭരിതമായത്. ഉദ്ഘാടനം ചെയ്യുകയും മാർച്ചിലുടനീളം ഉണ്ടായിരുന്നത് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷാണ്. അത്തരത്തിൽ കളക്ടറേറ്റിലേക്ക് എത്തുകയും ആദ്യം മുതൽ തന്നെ ഇതൊരു സംഘർഷാവസ്ഥയിലേക്ക് മാറുകയായിരുന്നു. ആദ്യം ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമം നടത്തി. ആ സമയത്ത് ജലപീരങ്കി പ്രയോഗിച്ചു. 4 തവണയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. എന്നിട്ടും പിരിഞ്ഞു പോകാത്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിന്നീട് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ പോലീസ് സ്റ്റേഷനിലേക്ക് അറസ്റ്റ് ചെയ്ത് മാറ്റുന്നതിനിടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചു, വയറ്റിൽ ചവിട്ടി എന്ന കാരണങ്ങൾ ആരോപിച്ചാണ് പോലീസ് സ്റ്റേഷൻ പടിക്കൽ പിന്നീടൊരു പ്രതിഷേധം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഉണ്ടായത്. പോലീസ് സ്റ്റേഷന് വെളിയിൽ വെച്ചിട്ട്, തൃശൂർ ടൗൺ വെസ്റ്റ് പോലീസ് സ്റ്റേഷന് വെളിയിൽ വെച്ച് പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും സംഘർഷവും ഉണ്ടായി. അതിൽ 4 പ്രവർത്തകർക്കാണ് പരിക്കേറ്റത്. അതുപോലെ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം OJ ജനീഷ് ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനുള്ളിലേക്ക് എത്തിക്കുകയായിരുന്നു. പിന്നീട് DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെത്തിയാണ് ഈ അറസ്റ്റ് സംസാരിച്ചതിന് ശേഷമാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ് ഇവരെ പുറത്തേക്ക് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഈ കോൺഗ്രസ് ആരോപിക്കുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത് പോലീസിനെ ഉപയോഗിച്ച് ഈ സർക്കാർ സമരങ്ങളെ അടിച്ചമർത്തുന്നു, അല്ലെങ്കിൽ സമരം ചെയ്യുന്ന ആളുകളെ നിഷ്കരണം മർദ്ദിക്കുന്നു എന്നീ കാരണങ്ങളാണ് ഈ DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പോലീസിനെതിരെ ആരോപിച്ച ഒരു കാര്യം. ശരി, നിതിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം.